പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ ഹെൽത്തിയും അതുപോലെ സ്വാദിഷ്ടവുമായ ഒരു ദോശയുടെ റെസിപ്പി പറഞ്ഞാലോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നേ ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ടുള്ളത്. ഒന്ന് മില്ലറ്റ്, പ്രോസോ മില്ലറ്റാണ്, വരകെന്ന് പറയും. പിന്നീട് ഉഴുന്ന്, പിന്നെ ഈ ഉഴുന്നും പ്രോസോ മില്ലറ്റും തലേദിവസം രാത്രി തന്നെ കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. രാവിലെ ഒന്നുകൂടെ അല്ലെങ്കിൽ അതിൽ തന്നെ നന്നായിട്ട് കഴുകിയിട്ടുള്ളതെങ്കിൽ അതിൽ തന്നെ അരച്ചെടുക്കാം. അല്പം ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അല്പം ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ല ഭംഗിയായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇവനെ മാറ്റിയിട്ട് 10 മിനിറ്റത്തോളം വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം കൂടി ഒരു മയം കിട്ടും. അന്നേരം തന്നെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ അല്പം കൂടെ ഒന്ന് പൊങ്ങി നല്ല മയത്തിലിരിക്കുന്നത് കാണാം. ഇതാണ് പരുവം. ദോശക്കല്ലൊക്കെ വെച്ച് ചൂടായതിന് ശേഷം സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. പക്ഷേ ഇതിന് ഇത്തിരി ടേസ്റ്റ് വരുന്നത് അല്പം വെളിച്ചെണ്ണ, 2-3 തുള്ളി വെളിച്ചെണ്ണ, ദോശ പരത്തുന്നത് പോലെ തന്നെ കല്ലിലൊഴിച്ച് പരത്തി എടുക്കാം. ഈ ഒരു പിടി മാവ് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 4-5 ദോശയോളം ഉണ്ടാക്കാൻ പറ്റും. ഒരാൾക്ക് നല്ല ഭംഗിയായിട്ട് കഴിക്കാൻ, 2 നേരം കഴിക്കാനുള്ള ദോശ നമുക്ക് കിട്ടും. അത് പ്രോസോ മില്ലറ്റുകളുടെ കാലമാണല്ലോ ഇപ്പം. അതിപ്പോൾ വെയിറ്റ് ലോസിനും മറ്റുമായിട്ടാണ് കൂടുതലും മില്ലറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് അതിനകത്ത് ഗ്ലൂട്ടൻ്റെ അളവൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവും. നമ്മൾ സാധാരണ സൗത്ത് ഇന്ത്യൻസൊക്കെ ആണെങ്കിൽ ദോശയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഒന്നുകിൽ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഇതൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 ഐറ്റംസിലും ഉള്ളതിന് അത്രയും കാർബോഹൈഡ്രേറ്റ്സ് മില്ലറ്റിലില്ല. മില്ലറ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ അരിക്കും അല്ലെങ്കിൽ ഗോതമ്പിനും ഒക്കെ പകരം വെച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ധാന്യമാണ് ഈ മില്ലറ്റുകൾ പലതരമുണ്ട്. എല്ലാം തന്നെ ഒരേ തരത്തിൽ ഉപയോഗപ്രദമാണ്, സ്വാദിഷ്ടവുമാണ്. നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം. കഞ്ഞിയായിട്ടുണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് റൈസായിട്ട് ചോറ് പോലെ ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, പിന്നെ പൊടിച്ച് പുട്ടുണ്ടാക്കാം. പലതരത്തിൽ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് ഈ ദോശയെന്ന് പറയുന്നത്. നമുക്ക് ദോശയുടെ കൂട്ടത്തിൽ എന്തൊക്കെ കറികൾ ഉപയോഗിക്കാമോ ആ കറികളെല്ലാം ഉപയോഗിച്ച് നമുക്കിത് കഴിക്കാം. ഞാനൊക്കെ ഓഫീസിൽ പോകാൻ നേരത്ത് വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മില്ലറ്റുകൾ പ്രിഫർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഓഫീസിൽ പോകാൻ നേരത്ത് രാവിലെ ഉച്ചയ്ക്കത്തെ ഫുഡിന് നമ്മൾ ചോറാകുമ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കുമല്ലോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡിന് പകരം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. താനും 3-4 കിലോ അതന്നെ ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് കുറയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മറ്റ് ആഹാരങ്ങൾ കഴിച്ചിട്ട് പോകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ചോറിൻ്റെ അളവ് വളരെ കുറച്ച്, പഞ്ചസാരയും കുറച്ച്, വെള്ളം നന്നായിട്ട് കുടിച്ച്, ഈ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിന് പകരം തൈരും ഒക്കെയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ആർക്കും എത്ര പെട്ടെന്നും, നമുക്ക് വയസ്സായാലും ഷുഗർ പേഷ്യൻസിനും ഒക്കെ വളരെ ദഹിക്കാനും ഒക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ അതിനകത്ത് കടലക്കറിയും തൈരും ഒക്കെ